പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശിവഗിരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സനാതനധർമ്മ പരാമർശത്തിൽ വിവാദം കനക്കുകയാണ്. മുഖ്യമന്ത്രി ശിവഗിരി തീർത്ഥാടകരെ അപമാനിച്ചെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് BJP. KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇന്ന് ശിവഗിരി സമ്മേളന വേദിയിലെത്തും. സനാതനധർമ്മത്തെ ഉടച്ചുവാർത്തയാളാണ് ശ്രീനാരായണ ഗുരു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ആർ റോഷിപ്പാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർ റോഷിപ്പാൽ, ഇന്നലെ ശിവഗിരി തീർത്ഥാടന വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ വാക്കുകളുടെ തുടർച്ചയെന്ന വണ്ണം ഷട്ടിട്ട് ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഒരു അന്ധാചാരമാണ് എന്നാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ടും അതിനെ അഭിനന്ദിച്ചുകൊണ്ടുമാണ് സനാതനധർമ്മത്തെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അത് വലിയ വിവാദമായി മാറിക്കഴിഞ്ഞു. സനാതനധർമ്മത്തെ ഇകഴ്ത്തിയ നമ്മുടെ ഉദയനിധി സ്റ്റാലിനെ പോലെയാണ് എന്നൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. കാര്യങ്ങൾ വേറൊരു വഴിവിട്ട് പോകുമോ റോഷിപ്പാൽ? ഡോക്ടർ അരുൺകുമാർ, മുഖ്യമന്ത്രി ഇന്നലെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ പരാമർശത്തെ അനുബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുമ്പോഴും അതിന്റെ തലേന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഈ ശ്രീനാരായണ ഗുരുവിനെ സനാതന ധർമ്മത്തിന്റെ ആശയവുമായി ബന്ധപ്പെടുത്തി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിനെ തിരുത്താൻ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഈ ശിവഗിരിയിലെ തീർത്ഥാടന വേദി ഉപയോഗിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സനാതന ധർമ്മ ആശയത്തിന്റെ വക്താവാക്കി ശ്രീനാരായണ ഗുരുവിനെ മാറ്റാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു എന്ന വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് പ്രധാനമായും ഉണ്ടായത്. ഒരു തരത്തിലും ഈ സനാതന ധർമ്മത്തിന്റെ പ്രയോക്താവല്ല ശ്രീനാരായണ ഗുരു എന്ന് കൃത്യമായി മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ വരച്ചുകാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിനു മുമ്പ് V. മുരളീധരനായാലും BJPയുടെ നേതാക്കളൊക്കെ സനാതന ധർമ്മ ആശയത്തിന്റെ ഒരു പിൻഗാമിയാണ്, അല്ലെങ്കിൽ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ ശ്രീനാരായണ ഗുരു എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. പിന്നീട് അതേ വേദിയിൽ തന്നെ K. സുരേന്ദ്രനും ശിവഗിരി മഠത്തിന്റെ ആ തീർത്ഥാടന വേദിയിൽ ശ്രീനാരായണീയരെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ആക്ഷേപവും പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന ആവശ്യവും ഉയർത്തി. ഏതായാലും ഈ വിവാദം കൂടുതൽ കനക്കുന്നു. ഇന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇന്ന് ശിവഗിരിയിൽ എത്തുന്നുണ്ട്. ഒരേ വേദിയിൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസുമുണ്ട്. മുഹമ്മദ് റിയാസാണ് ഈ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ. K. സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. ഇവിടെ ഈ സനാതന ധർമ്മ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഒരു നവോത്ഥാനം ആണ്. ആ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയും സച്ചിദാനന്ദ സ്വാമിയും ഒരേ തരത്തിൽ ഏതാണ്ട് സമാനമായ നിലപാട് അവിടെ സ്വീകരിച്ചത്. പക്ഷേ വ്യത്യസ്തമായ നിലപാട്. ഹിന്ദുത്വ ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശ്രീനാരായണ ഗുരുവിനെ കൂടി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആശയം പ്രചരിപ്പിച്ച ശ്രീനാരായണ ഗുരുവിനെ എന്തുകൊണ്ട് ഹിന്ദുത്വ വിശ്വാസിയായി അല്ലെങ്കിൽ ഹിന്ദുത്വ മതവുമായി ബന്ധപ്പെടുത്തുന്നു എന്ന സംശയം ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്താൻ ശ്രമിച്ചതും. അത് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ആ വിമർശനം. കാരണം തലേന്ന് V. മുരളീധരൻ നടത്തിയ പ്രസംഗത്തിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഇന്നലത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം. ഓക്കെ റോഷിപ്പാൽ, എന്തായാലും ആ പ്രസംഗത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചു വിടാനുള്ളൊരു ശ്രമമുണ്ടോ എന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് ഈ വസ്ത്രമിട്ട്, പ്രത്യേകിച്ച് ഷട്ടിട്ട്, മേൽമുണ്ടിട്ട് ക്ഷേത്രങ്ങളിൽ കയറുന്നത് ഒരു അന്ധാചാരമാണ്, അത് പൂണൂല് കാണാൻ വേണ്ടിയാണ് പണ്ട് കൊണ്ടുവന്നത്, ആ അന്ധാചാരം ഇപ്പോൾ തുടരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ്. പല ശ്രീനാരായണ ക്ഷേത്രങ്ങളിലും അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണം എന്നാണ് ഇന്നലെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്. ആ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിൻ്റെ തുടർച്ചയെന്ന വണ്ണമാണ് V. മുരളീധരനുള്ള മറുപടി മുഖ്യമന്ത്രി ശ്രീനാരായണ തീർത്ഥാടന വേദിയിൽ തന്നെ പറഞ്ഞത്. സനാതനധർമ്മത്തെ ആകെ ഉടച്ചു വാർത്തു. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരു മതം ഉപേക്ഷിച്ചിരുന്നു ഒടുവിൽ. എന്നിട്ടാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് പല മതസാരവും ഒന്നാണ് എന്ന തരത്തിലേക്ക് അദ്ദേഹം പറയുന്നത്. പല മതസാരവും ഒന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും സാരവും ഒന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരൊറ്റ മതമല്ലേ അദ്ദേഹം പറയുന്നുള്ളൂ. അതാണ് പിന്നീട് കുമാരനാശാൻ എഴുതുന്നത്, എന്താണ് പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം എന്ന് പറയുന്നത് അല്ലേ. ഒരൊറ്റ മതമാണ് നമുക്ക് ഉള്ളത്. സ്നേഹം എന്ന് പറയുന്ന ഒരു മതത്തിലേക്ക് നമുക്ക് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ.